ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണ്. കയാക്കിങ്ങും ബോട്ടിങ്ങും ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. നമ്മൾ മൊത്തം ഫാമിലിയും ഡാഡിയും മമ്മിയും അനിയനും എല്ലാവരും വന്നിട്ടുണ്ട്. ആ ബ്ലൂ ടീഷർട്ട് ഇട്ടതാണ് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ. നിങ്ങൾക്ക് ബോട്ടിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചന്ദ്രൻ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം, മെസ്സേജ് ചെയ്താൽ മതി. ചന്ദ്രൻ ചേട്ടൻ്റെ വീട് കായലിനോട് ചേർന്ന് കിടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ബോട്ടും കയാക്കിംഗ് ബോട്ടൊക്കെ ഇറക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കയാക്ക് ബോട്ട് റെഡിയാക്കുകയാണ്. അതിൽ ഇൻഫ്ലേറ്റ് ചെയ്ത് എയറൊക്കെ നിറയ്ക്കുകയാണ് ചെയ്യണത്. വീഡിയോ കാണുന്നവർ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുതൽ കിട്ടിയാലാണ് നമുക്ക് ഗൂഗിളിൽ കൂടുതൽ വ്യൂസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്ത് ബോട്ടൊക്കെ ഒന്ന് സെറ്റാക്കുന്നവരെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതാണ് ചന്ദ്രൻ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള കായലിലേക്കുള്ളൊരു വ്യൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കായലും അതിനോട് ചേർന്ന വീടുമാണ് ചന്ദ്രൻ ചേട്ടൻ്റെ. അതുകൊണ്ട് നമുക്ക് വഞ്ചി ഇറക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കയാക്കിംഗ് ബോട്ട് ഇൻഫ്ലേറ്റ് ചെയ്തു. 3 സീറ്റ് ഉണ്ട് ഇതിൽ മൊത്തമായിട്ട്. ഞാൻ 2 സീറ്റേ വെച്ചിട്ടുള്ളൂ. എയറൊക്കെ ഫില്ല് ചെയ്തു, സീറ്റൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ വെള്ളത്തേക്ക് ഇറക്കാൻ പോവാണ്. നീറ്റിലിറക്കിയിട്ട് ഇനി ബാക്കിയുള്ളത്. എല്ലാവർക്കും വഞ്ചിയിൽ പോകാൻ താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്കും കൂടി വേണ്ടി 2 വഞ്ചിയും കൂടി കെട്ടിയിട്ടാണ് നമ്മൾ വഞ്ചി ഇറക്കണത്. അപ്പോൾ ആ വഞ്ചി വെള്ളം കുറവായത് കാരണം കൊണ്ട് മണ്ണിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് ഉന്തി മാറ്റുകയാണ് നമ്മൾ. എന്നിട്ട് വേണം നമുക്ക് ആ വഞ്ചികൾ രണ്ടും തമ്മിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടൊക്കെ കെട്ടി ഓരോരുത്തർ ബോട്ടിൽ കയറാണ്. മമ്മി ഇതിൽ പതുക്കെ കയറും. പതുക്കെ മതി യെസ് പതുക്കെ ബേസ് കറക്റ്റ് ആയിട്ടുള്ള ചവിട്ടിട്ടോ മമ്മി. മമ്മി അവിടെ ഇരുന്നോ. അപ്പുറത്ത് ഡാഡി ഇപ്പുറത്തേക്ക്. കൈ ഇടയിൽ വെക്കാൻ പാടില്ല. പലകിനിട്ട് ഡാഡി നോക്കിയിട്ട് പതുക്കെ. പതുക്കെ ആ ബാഗിനുള്ളിൽ സൈഡിലുണ്ടാവും. ഏറ്ററ്റത്ത് തുറന്നു കഴിഞ്ഞാൽ അറ്റത്ത് അത് ഇത് ലൂറ് അത് വെച്ചോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബോട്ട് സെറ്റാക്കി ഇവിടെ ബോട്ടൊക്കെ കെട്ടി എല്ലാവരും പോകാൻ തയ്യാറാണ്. അപ്പോൾ പോവല്ലേ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. യെസ്, ഇതിനെ ബാക്കിലേക്ക് ഒന്ന് വെച്ചിട്ട് ഓൾ സെറ്റ്. ഒന്ന് നിൻ്റെ സൈഡിലൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ. 10 മിനിറ്റ് അറിയില്ല. അല്ല അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ. എത്ര ഉള്ളൂ. നീ വിട്ടോ. സ്പൂണില്ലേ? ഒന്തിക്കോ. യെസ്. ഈവനിങ്ങിൽ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വഞ്ചിയിൽ പുഴയിലൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രസകരമായൊരു അനുഭവം തന്നെയാണ്. ഞങ്ങൾക്ക് കയാക്ക് തുഴഞ്ഞ അത്ര വലിയൊരു പരിചയമൊന്നുമില്ല. നമുക്കറിയാവുന്നൊരു പരിചയം വെച്ച് അങ്ങ് തുഴയാണ്. നിങ്ങളെന്തെങ്ങനെ വട്ടം കറങ്ങണേ? അത് രണ്ടാം കൂടെ പറ്റില്ല. ചന്ദ്രേട്ടൻ തുഴയുന്നു, 2 ഗഡികൾ തുഴയുന്നു.
കടന്നു കഴിഞ്ഞാല് കുറച്ചും കൂടി ഒരു സൈഡ് ഉണ്ടാവും അല്ലേ? അപ്പൊ സ്പീഡായി ആ വെള്ളം കൂടെ ഒഴുക്കിട്ടേ ഒഴുക്ക കാറ്റും അങ്ങടല്ലേ ആ എങ്ങോട്ടാ ഞാൻ പോയണ്ടേ? ഞാൻ ഇപ്പൊ ക്രോസ് ചെയ്യണ്ടേ അങ്ങോട്ട് പോയിട്ട് വേണം ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട് പാറ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് പാറ ഉണ്ടോ നോട്ടെ വെള്ളമായോ നോക്കണം. അങ്ങനെ നമ്മൾ അന്നത്തെ ഈവനിങ് വഞ്ചിയൊക്കെ തുഴഞ്ഞ് കായലിലെ ജലപ്പരപ്പിലൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ലൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു ദിവസം എൻജോയ് ചെയ്തു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എല്ലായ്പ്പോഴും ആവശ്യമാണ്. ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.